Aiden? ഇങ്ങനെയാ രാത്രി ഉറക്കല്ലേ? ഗുഡ് മോർണിംഗ്. ഞാനും വാവി ഇങ്ങനെയാണ് രാത്രി കിടന്നത്. എൻ്റെ അടുത്തല്ല കിടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വാവിക്ക് തണുപ്പ് കാരണം ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഇരിക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 12 വരെ ചത്തി ആദ്യത്തെ പ്രസവം ആ സമയത്ത് ഫീഡ് ചെയ്യാൻ ടൈം ആകുമ്പോൾ വാവേൻ്റെ മടിയിൽ ഇരുത്തിയാണ് ഞാൻ ഫീഡ് ചെയ്തത്. കൊളസ്ട്രോൾ മാത്രമേ ഉള്ളായിരുന്നു ഇനിഷ്യലി 3 ഡേയ്സിൽ. ഇതാണ് എൻ്റെ രാവിലത്തെ വ്യൂ. ഞാൻ രാത്രി ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ട്രോമ ഇപ്പോഴും എനിക്ക് മാറിയിട്ടൊന്നും ഇല്ല. ഞാൻ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. എന്നെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പോയി എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു. ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാ സാധനവും ആക്ച്വലി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഫീൽ ചെയ്യണമെന്ന് ബർഡ്സിലാണെങ്കിൽ നമുക്ക് 24 hours ആണ് പെർമിഷൻ ഉള്ളത്. ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. വാവിക്കാണെങ്കിൽ പുറത്ത് വന്നുകൊണ്ട് തന്നെ തണുപ്പ് കാരണം ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടവൽസ് ഒക്കെ വെച്ച് റാപ്പ് ചെയ്തെടുക്കുമായിരുന്നു. ഈ ടൈമിൽ നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ നടത്തി കൊണ്ടുപോയി വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി എൻ്റെ അടുത്ത് തനിയെ തന്നെയാണ് കുളിക്കാനൊക്കെ പറഞ്ഞ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാം പഴയതുപോലെ നോർമലായിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ വലിയ മൂഡൊന്നുമില്ലായിരുന്നു. എനിക്ക് ടേസ്റ്റ് ഒന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേ അവർ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചു. അതിനുശേഷം നേഴ്സ് വന്ന് ഞങ്ങൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ട് നടക്കുന്നതാണെങ്കിൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞൊരു ഫീൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈസി റിക്കവറി ആയിരുന്നു. ആ ഡെലിവറി ടൈമുള്ള പെയിന് മാത്രമേ ഉള്ളായിരുന്നു. വേറെ ഒരു ബുദ്ധിമുട്ടും അതിനുശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. വാവ രാത്രി ജനിച്ചുകൊണ്ട് തന്നെ വാവരുടെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരുങ്ങുകയാണ്. ഡെലിവറിക്ക് പോകുന്നൊരു മുടി എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് കിട്ടിക്കോണോ, ഇല്ലെങ്കിൽ ഇത് ഇതേപോലെ ആയിപ്പോവും. എനിക്ക് പിന്നെ നല്ല പാടായിരുന്നു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. എനിക്ക് കുഞ്ഞിനെ കറക്റ്റായിട്ട് എടുക്കാമെന്നും അറിയില്ലായിരുന്നു. അത് അമ്മ ജസ്റ്റ് കയ്യിലോട്ട് എടുത്ത് വെച്ച് തന്നെയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. മക്കളെ വാവിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ബോഡിയിലെ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വൈബ് സെഷൻ തുടയ്ക്കാനാണ് പറഞ്ഞത്. അപ്പയും ചിത്തിയും രാവിലെ തന്നെ വാവി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കിംസിലായിരുന്നു എൻ്റെ ഡെലിവറി. നമുക്ക് ഓൾറെഡി മെനു ഒക്കെ പ്രീ ബുക്ക് ചെയ്ത് വെക്കാം. എല്ലാം റൂം സർവീസ് ആണ്. അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ. ഇപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് ഡെലിവറി ആക്കിയത് തന്നെ എൻ്റെ ഫാമിലിയുടെ കൂടെ ഈ ഒരു ടൈം മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് എല്ലാ ടൈമിലും ഇവരെല്ലാവരും ഫുൾ സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എന്നെ കുഞ്ഞിലെ അമ്മ ജോലിക്ക് പോകുമ്പോഴും കൂടുതൽ നോക്കിയിട്ടുള്ളത് ഈ ഒരു അങ്കിളാണ്, അമ്മയുടെ ചേട്ടനാണ്. അപ്പം ഞാൻ അങ്കിളിനോട് ചോദിക്കായിരുന്നു എന്നെ പോലെയാണ് ഭാവി ഇരിക്കുന്നത്. ഫസ്റ്റ് 3 months ശേഷമാണ് ഞാൻ നാട്ടിലോട്ട് വന്നത്. ഇനിഷ്യലി വേറൊരു ഡോക്ടറിനെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. 34 weeks ആയപ്പോഴാണ് ഞാൻ ഡോക്ടർ റോഷിനി അമ്പാട്ടിനെ പറ്റി കേട്ടതും ഇങ്ങോട്ടേക്ക് വരുന്നതും. സൺഡേ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ഇല്ലാത്തത് കാരണം ഡോക്ടറിന്റെ അസിസ്റ്റൻസ് ആണ് എന്റെ കേസ് നോക്കിയത്. പക്ഷെ ഭയങ്കര കെയറിംഗ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യമായിരുന്നു ബേബി ഫീഡ് ചെയ്യുന്നത്. ഇനിഷ്യലി 3 to 4 days കൊളസ്ട്രോൾ മാത്രമേ ഉള്ളായിരുന്നു. നേഴ്സ് എപ്പോൾ ചെക്ക് ചെയ്യാൻ വന്നാലും എനിക്ക് കൊളസ്ട്രോൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് നോർമലാണെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അപ്പോഴാണ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഒരു പീഡിയാട്രീഷ്യൻ പറഞ്ഞത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്ങിൽ കൂടെയാണ് ഈ ഒരു പ്രോസസ് ഈസി ആവുന്നതെന്ന്. എനിക്ക് കുഞ്ഞിനെ ഫസ്റ്റ് കണ്ടപ്പോൾ തൊട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് ഫേസ് ആയിരുന്നു. ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവാൻ അത്യാവശ്യം ടൈം എടുത്തു. എനിക്ക് ഡെലിവറി എന്ന് പറയുന്നത് അത്രയ്ക്കൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു പെയിൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനെക്കാട്ടും പെയിൻഫുൾ ആയിരുന്നു വാവയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. കാരണം വാവയുടെ ഗംസ് അത്യാവശ്യം നല്ല ഷാർപ്പായിരുന്നു. എനിക്ക് കടിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം കൊണ്ട് പകുതി വെയിറ്റും പോയി. കണ്ണ് തുറന്ന് നോക്കുന്നു കിടത്തിയുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് ഓരോരുത്തരും തന്ന ഗിഫ്റ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിഷൻ നോക്കിയത്. ജനിച്ചപ്പോൾ 2.94 ആയിരുന്നു വാവയുടെ വെയിറ്റ്. അതിനുശേഷം കുറഞ്ഞിട്ടാണ് പിന്നെ ഏതൻ ആരെപ്പോലെ ഇരിക്കുന്ന ഇതിപ്പോ സെക്കൻഡ് ഡേ ആണ്.
വാവ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു. മിക്ക ടൈമും ക്ലസ്റ്റർ ഫീഡിങ് ആയിരുന്നു. ഞാൻ എന്നെ പറയണ ഇഷ്ടപ്പെടാൻ എൻ്റെ ഡെലിവറിയുടെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ് ഈ ഒരു ഭക്ഷണം കഴിപ്പ്. കാരണം ഓരോ പ്രാവശ്യം എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് ഓരോ ഐറ്റംസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രസവം കഴിഞ്ഞിട്ട് ഈ റൂമും അതേപോലെ അടിപൊളിയായിട്ടുള്ള വ്യൂവും പിന്നെ ഓരോ ടൈം ഓരോ ഫുഡ് കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടി എനിക്കൊരു റിസോർട്ടിൽ വന്ന് ഫീൽ ആയിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലാണെന്ന് നമുക്ക് തോന്നിയില്ല. അമ്മ എത്ര ശ്രമിച്ചിട്ട് വായിന്ന് കൈ എടുത്ത് മാറ്റാത്ത കാരണം ലാസ്റ്റ് മിച്ചൻസ് ഇട്ട് കൊടുക്കുമായിരുന്നു. റോംബസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഞങ്ങളുടെ സൈസ് വാവിക്ക് ഇച്ചിരി വലുതായത് കാരണം കുട്ടിയുടുപ്പും മിച്ചൻസും അല്ലാതെ സോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ അവിടെ എല്ലാവരും പ്രോയാണ് വാവ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു പൊസിഷൻ മാത്രമേ അറിയുള്ളൂ. അപ്പം അമ്മ എനിക്ക് പഠിപ്പിച്ചു തരാണ് എങ്ങനെയൊക്കെ എടുക്കാമെന്ന്. കുറച്ചുകൂടെ പൊക്ക്. ഞാൻ അങ്ങനെ വലിയൊരു ഡിബേറ്റ് ആയിരുന്നു. കുഞ്ഞിനെ അങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡോക്ടർ തന്നെയാണ് ബേർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പൊസിഷനിൽ എടുക്കാൻ പറഞ്ഞത്. രാത്രി ഉറങ്ങാൻ നേരത്ത് ഞങ്ങൾ ജസ്റ്റ് വാവിക്ക് സ്വാട്ടിൽ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു തണുപ്പൊക്കെ മാറാനും ഒരു കംഫർട്ട് കിട്ടാനും വേണ്ടിയിട്ട്. എനിക്ക് വാവി ഫീഡ് ചെയ്യാൻ മാത്രമേ പണിയുള്ളായിരുന്നു. ബാക്കി ടൈം ഫുള്ള് നോക്കിയത് അമ്മയും മിച്ചുവും കൂടിയാണ്. ഈ 2 ദിവസങ്ങളിൽ രാത്രി വാവ അധികം ഉറങ്ങിയിട്ടില്ല. രാവിലെയാണ് കൂടുതൽ ഉറങ്ങിയത്. രാത്രിയൊക്കെ വാവ നിർത്താണ്ട് കരയുമ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം നേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഏത് സമയത്ത് അവൈലബിൾ ആണ്. കണ്ണു ഉറങ്ങണമായിരിക്കും. വാവയെ ബേർപ്പ് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരുന്നു. വലിയ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ക്യാമറ എനിക്ക് രാവിലെ എണീറ്റ് നോക്കിക്കൊണ്ടേ മക്കളെ കയ്യിലൊക്കെ പോയുണ്ട്. എനിക്ക് ഭയങ്കര ലൂസ്. ഈ ഒരു ആക്ഷൻ എനിക്ക് ഏറ്റവും പേടിയുള്ളതായിരുന്നു. പാല് കുടിക്കാനുള്ള സിഗ്നലാണ്. ഇപ്പോൾ രാവിലെ 6 മണി എന്തോ ആയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഒരു മാസം ഉറക്കിയില്ലായിരുന്നു രാത്രി. എന്നിട്ട് ഓരോരുത്തരും മാറി മാറി കൊച്ചിനാട്ടിയാട്ടിരിക്കും. രാത്രി ഉറക്കല്ലേ? ഉറക്കമില്ലേ രാത്രി? വാവയെ നമ്മൾ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്തൊരു ഉറക്കത്തിന് വേണ്ടി റെഡിയാക്കുകയാണ്. എല്ലാവരും എണീറ്റിട്ട് ഒന്നുമില്ലായിരുന്നു പാവം. ഭാവി ഒരുക്ക ഫീഡ് ചെയ്യാൻ എൻ്റെ ഇടയ്ക്ക് റിലേറ്റീവ്സ് ഒക്കെ വരും. ഇതൊക്കെ തന്നെയായിരുന്നു ഫസ്റ്റ് 2 days ഉണ്ടായിരുന്നത്. 3rd day ഞങ്ങൾ വീട്ടിൽ പോയി. അതൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.